ഹായ് ഹലോ ഫ്രണ്ട്സ് മൈ വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്ലീപ്പിംഗ് ടിപ്സുമായിട്ടാണ്. എങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഉറങ്ങാം. നമ്മൾ എന്തായാലും നമ്മളിപ്പം രാവിലെയൊക്കെ എണീച്ച് ഓഫീസിലൊക്കെ പോയി തിരിച്ച് വന്നിട്ട് രാത്രി കിടക്കാൻ നേരത്ത് എത്രയും പെട്ടെന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി, എത്രയും പെട്ടെന്ന് കിടന്നിട്ട് ഉറങ്ങിയാൽ മതി എന്ന് വിചാരിച്ച് നമ്മൾ കിടക്കാൻ ചെല്ലുന്നത്. പക്ഷേ മിക്കപ്പോഴും നമുക്ക് ഉറങ്ങാൻ പറ്റാറില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സമയം താമസിച്ചായി നമ്മൾ ഉറങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന സിമ്പിൾ ടിപ്സ് നിങ്ങൾ പ്രയോഗിച്ച് നോക്കൂ. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. ഉറക്കത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് ഏറ്റവും ആവശ്യമായ ഒന്നാണ് ഉറക്കം. കൃത്യമായ ഉറക്കം നമുക്ക് ഏറ്റവും ആവശ്യമായ ഒന്നാണ്. നമ്മുടെ ചർമ്മത്തിനും ശരീരത്തിനും മുടിക്കും ഒക്കെ അത്യാവശ്യമായ, ഇതിനൊക്കെ വളർച്ചേൻ്റെ ആരോഗ്യത്തിനൊക്കെ അത്യാവശ്യമായ ഒന്നാണ് ഈ ഉറക്കം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഉറക്കക്കുറവ് കൊണ്ട് നമുക്ക് ബി പി മറ്റ് അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന സിമ്പിൾ ടിപ്സ് നിങ്ങൾ പ്രയോഗിക്കൂ. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റും. അപ്പം ഞാൻ പറയാൻ പോകുന്ന സിമ്പിൾ ടിപ്സ് എന്ന് പറയുന്നത്, ആദ്യത്തേന്ന് പറയുന്നത്, നമ്മൾ ദിവസവും വൈകിട്ട് അല്പനേരം വ്യായാമം ചെയ്യുക. അത് ഉറങ്ങാൻ ഏറ്റവും ബെസ്റ്റാണ്. നമ്മൾ വൈകിട്ട് അല്പനേരം നല്ല രീതിയിൽ വ്യായാമം ചെയ്ത് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആഹാരം തന്നെയാണ്. നമ്മൾ കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം കഴിച്ചിരിക്കണം. ആഹാരം കഴിച്ച ഉടനെ നമ്മൾ പോയി ഒരിക്കലും കിടന്നുറങ്ങരുത്. ആഹാരം കഴിച്ച് കുറേ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ കിടന്നുറങ്ങാവൂ. അടുത്തതെന്ന് പറയുന്നത് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ മേല് കഴുകണം, അല്ലെങ്കിൽ കുളിക്കണം. കുളിച്ചിട്ടൊക്കെ വന്ന് പോയി കിടന്നുറങ്ങാൻ നോക്ക്. അടിപൊളിയായിട്ട് ഉറങ്ങാൻ പറ്റും. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, കിടക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും നമ്മൾ ഈ ഫോൺ എടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അവസാനിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങാൻ നോക്കുക. പിന്നെ ലൈറ്റ് അണച്ചിട്ട് മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ. ലൈറ്റുള്ള റൂമിൽ കിടന്ന് ഉറങ്ങരുത്. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റില്ല. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, മനസ്സിനെ തണുപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കണം. ഒന്നേ നമുക്ക് പാട്ട് കേൾക്കാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ കഥ കേൾക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കേട്ടുകൊണ്ട് കിടക്കുക. അടുത്തതെന്ന് പറയുന്നത്, എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ കിടന്നുറങ്ങാൻ ശീലിക്കണം. ഇന്നിപ്പോൾ 10 മണിക്ക് കിടന്നുറങ്ങുകയാണെങ്കിൽ നാളെ 11 മണി ആവരുത്. ഇന്ന് 10 മണിയാണെങ്കിൽ നാളെയും 10 മണിക്ക് തന്നെ കിടന്നുറങ്ങണം. എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ കിടന്നുറങ്ങാൻ ശീലിക്കണം. പിന്നെ നന്നായിട്ട് ഉറങ്ങാനായിട്ട് ചൂട് പാല് കുടിക്കണം. കിടക്കുന്നതിന് മുമ്പ് ചൂട് പാല് കുടിച്ച് കിടന്നുറങ്ങണം. ചൂട് പാല് കുടിച്ച് കിടന്നുറങ്ങുക. പിന്നത്തെന്ന് പറയുന്നത്, നമുക്കിഷ്ടപ്പെട്ട പുസ്തകം വായിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് നമുക്കിഷ്ടപ്പെട്ട പുസ്തകം വായിക്കുക. നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഈ സിമ്പിൾ ടിപ്സൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നതാണ്. ഉറക്കക്കുറവ് നല്ലതല്ല നമ്മുടെ ശരീരത്തിന്. അതുകൊണ്ട് ഈ പറയുന്ന ചെറിയ ടിപ്സുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ദിവസവും നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.